നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് ഈ കുഞ്ഞു കുട്ടികളെ കാണുക, അവരെ എടുക്കുക, അവരെ താലോലിക്കുക, അവർക്ക് ഉമ്മ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ കുട്ടിയാണെങ്കിലും നമ്മൾ അവരെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ കൈ അവരിലേക്ക് ഇങ്ങനെ പോകും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അത്ര ശരിയുള്ള കാര്യമാണോ? ഈ കുഞ്ഞുങ്ങളെ എടുത്തു കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, അവരുടെ വികാരത്തിനെയും അവരുടെ വളർച്ചേനെയും എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇതില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാരന്റ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികളെ എടുത്തു കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ഉണ്ടാവുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതായത് ഒരു കുഞ്ഞിനെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ച ഉടനെ അവരുടെ അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മയുടെ ഹൃദയമെടുപ്പും അമ്മയുടെ മണവുമാണ് ശരിക്കും കുഞ്ഞിനെ ഏറ്റവും സേഫായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ സേഫാണ്, അവർ സെക്യൂർ ആണെന്ന്. ശരിക്കും ഇതങ്ങ് മാറിപ്പോവാണല്ലേ വേറൊരാൾ വന്ന് എടുക്കുമ്പോഴേക്കും. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് അമിഗ്ഡലയാണ്. ഈ അമിഗ്ഡലയില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാൾ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ആ കുട്ടിയിൽ ഒരു അലാം പോലെ ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങും. അത് അലാം സിസ്റ്റം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആവാൻ തുടങ്ങും. അവർക്ക് കോർട്ടിസോളിന്റെ അളവ്, അതായത് സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതിങ്ങനെ ബ്ലഡിലേക്ക് ഒഴുകുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടബിൾ ആകും. അങ്ങനെ ഡിസ്കംഫർട്ട് ആവുന്ന സമയത്താണ് അവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനും അതുപോലെ തന്നെ അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് സെറ്റിൽ ആവാതെ കളിക്കാന്ന് പറയില്ലേ, കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്, സെറ്റിൽ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ. അതിനൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ വളരെ ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ റീസൺസ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ മുലപ്പാല് കുടിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാരണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടത് സെക്യൂരിറ്റി ആണെന്ന് പറയുമ്പോൾ ഈ സെക്യൂരിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ആളുകൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കുക അവർ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നല്ലേ, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നല്ലേ, കുട്ടീനെ കാണാൻ വേണ്ടി വന്നതല്ലേ, അപ്പൊ അവർക്ക് ഒന്ന് എടുക്കണ്ടേ, അതല്ലേ അതിന്റെ മര്യാദ എന്ന് നമ്മൾ വിചാരിക്കും. ആ ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു സ്ഥലത്ത് കുട്ടിയുടെ മര്യാദ, അത് കുട്ടിയോട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്, അതാണ് നമ്മൾ മിസ്സാക്കി കൊടുക്കുന്നത്. കാരണം കുട്ടിക്ക് അറിയില്ല, കുട്ടിക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള അഡൾട്ട്സിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ കുറെ ആളുകൾ വരുവാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളാണെങ്കിലും അവരുടെ ആ കുട്ടിയുടെ ചുറ്റിലിരുന്ന് സംസാരിക്കുമ്പോഴേക്കും ടൂ മച്ച് നോയ്സി ആയിരിക്കും. ടൂ മച്ച് സംസാരങ്ങൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സെൻസറി ഓവർലോഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം എന്താ പറയാ, ഒരു ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ തുറന്നു വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾക്ക് അത് ഹാങ് ആയി പോകുന്ന അവസ്ഥയില്ലേ, അതുപോലെയൊക്കെയാണ് കുട്ടിയുടെ ബ്രെയിനിന് ഫീൽ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം നടന്നുകൊണ്ടിരിക്കുന്നു, കുട്ടിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരേ ഒരു കാര്യം കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ഇൻസെക്യൂരിറ്റി ഫ്യൂച്ചറിലേക്ക് അമ്മയുമായിട്ടുള്ള സെക്യൂർ അറ്റാച്ച്മെന്റിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എന്നെ സംരക്ഷിക്കേണ്ട ആള് എന്റെ അമ്മയാണ്, ആ അമ്മേന്റെ സാമീപ്യം എനിക്ക് കിട്ടുന്നില്ല, ഞാൻ വേറൊരാളുടെ ആരുടെയോ എടുത്താണ് ഇരിക്കുന്നത്. ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് ഭാഷ അറിയത്തില്ലാത്ത ഒരു രാജ്യത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ. കാരണം നമുക്ക് എന്താ പറയാ, സർവൈവൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടൂലെ. അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് അപരിചിതരായിട്ടുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഈ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കത്തില്ല, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരായിരിക്കാം, ആരും ആയിരിക്കാം. പക്ഷെ കുട്ടീനെ സംബന്ധിച്ച് ആരാണ് ആ ആള് എന്ന് പറയുന്നത്? സ്ട്രേഞ്ചർ ആണ്, കുട്ടിക്ക് അറിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ നിങ്ങളുടെ റിലേഷൻ എന്താണ് എന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങൾ ആ കുട്ടിയെ കൈമാറേണ്ടത്. കുട്ടിയുമായിട്ടുള്ള റിലേഷൻ എന്താണ്, കുട്ടിക്ക് എടുക്കാൻ വേണ്ടി കുട്ടിക്ക് ഇയാളെ അറിയോ ഇല്ല, അറിയില്ല എങ്കിൽ ഒരിക്കലും കൈമാറ്റം ചെയ്യാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ആ കുട്ടീനെ ഒരു റിസ്കിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇവിടെ പാരന്റ്സ് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കുട്ടീനെ ബെഡിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടിലെ തന്നെയൊക്കെ കിടത്താൻ നോക്കുക. കാരണം കുട്ടീനെ ഇങ്ങനെ എപ്പോഴും നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കൂടുതൽ ഡേഞ്ചറസിലേക്ക് പോവുക. കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ എടുത്തു പിടിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങളെ, ബേബീസിനെ. അവർക്ക് നമ്മുടെ സാമീപ്യം, അവർ സേഫ് ആണെന്നുള്ളത് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അവർക്ക് നല്ല പീസ്ഫുള്ളി ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അവർ ബെഡിൽ തന്നെ കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒരാൾ വരുന്ന സമയത്തൊക്കെ കുട്ടീനെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരോട് ഇപ്പൊ കുട്ടി ഉറങ്ങുവാണെന്നോ അല്ലെങ്കിൽ കുട്ടി കിടന്നോട്ടെ ഇപ്പൊ കുളിച്ചു വന്നതാണ് എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നോ പറയാൻ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കുക. ചിലപ്പോൾ ഹസ്ബൻഡിനായിരിക്കും പറയാൻ പറ്റുക. അപ്പൊ ആ ഒരു സമയത്ത് ആരൊക്കെ ആണോ പറയാൻ പറ്റുന്നത്, ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള പാരന്റ്സിനായിരിക്കും. കാരണം നമ്മളെ വീട്ടിൽ എങ്ങനെ ആണെങ്കിലും, നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ കൂടെ ആളുകൾ ഉണ്ടാവും ഓൾറെഡി കുറച്ചു പേര്. അപ്പൊ ഈ ആൾക്കാർക്കൊക്കെ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു എന്താ പറയാ സുരക്ഷാ കവചം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കി എടുക്കാൻ പറ്റും.
കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണെന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയണ്ടേന്നുള്ളതിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞ വഴി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയെ എല്ലാരെയും കാണിച്ചു കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല. അവര് കംഫർട്ട് ആവട്ടെ. കുട്ടികൾ കംഫർട്ട് ആയി കഴിഞ്ഞാലല്ലേ അവർക്ക് അത് എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അവരെ മറ്റുള്ളവർ വന്ന് കണ്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്പർശനം, അതായത് സ്പർശനത്തിൽ കൂടെ തന്നെയാണ് കുട്ടികളുടെ ഗ്രോത്ത് നല്ലത് എന്ന് പറയുന്നത്. പക്ഷെ ഈ സ്പർശനം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ആളുകളാവുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കുട്ടിയുടെ അമ്മ അച്ഛൻ, അതിൽ കുട്ടിയുടെ അമ്മ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ്, അത് ചിലപ്പോൾ അവരുടെ അമ്മ അച്ഛനൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു 3-4-5 ആൾക്കാർ, അല്ലെ 5-8 മാക്സിമം പോയിട്ടുണ്ട് 5-6 ആൾക്കാർ മതി ഈ കുട്ടിയുടെ ലൈഫിൽ ആദ്യത്തെ 6 മാസം അല്ലെങ്കിൽ 3 മാസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആളുകൾ കുട്ടിക്ക് കാണാൻ പറ്റുന്ന സമയത്ത്, അല്ലെ കേൾക്കാൻ നന്നായിട്ട് പറ്റുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് മറ്റുള്ള ആളുകൾ നോക്കി ചിരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെയാണ് ഇവര് മറ്റുള്ള ആളുകളെ പരിചയപ്പെടാന് കുട്ടി അറിയട്ടെ, അവരെയൊക്കെ അറിഞ്ഞതിന് ശേഷം അടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതിൽ ചെറിയ കാര്യമാണ്, പക്ഷെ ഈ ചെറിയ കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, കുട്ടിയുടെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് നമ്മുടെ പാരന്റ്സ് ആണ്, നമ്മൾ തന്നെയാണത്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറ്? നിങ്ങളുടെ കുട്ടീനെ വേറൊരാൾ വന്ന് എടുക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എന്താ പറയാ ഡിസ്കംഫർട്ട് ആണോ വരുന്നത്, അല്ലെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടാണോ ഫീൽ ചെയ്യാറുള്ളത്? അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഇതിന്റെ താഴെ പറയുകയാണെങ്കിൽ ഇത് കാണുന്ന മറ്റാളുകൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ താങ്ക് യു.